കെ മുരളീധരൻ പറഞ്ഞത് ഉണ്ട ചോറിനു കാണിച്ച നന്ദിയാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ്റെ വിജയത്തിന് വേണ്ടി ഈ ഗുണ്ടാ നേതാവായ, ഈ കാപ്പ കേസ് പ്രതിയായ BJP-ക്കാർ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി റോഡിലിറങ്ങി പോലീസിനെ പോടാ പുല്ലേ പോലീസെ എന്ന് വിളിക്കുന്ന ശ്രീലേഖ മേഡത്തോട് സ്വന്തം പാർട്ടിയെക്കുറിച്ച് ഇപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടാകുന്നത് നല്ലതായിരിക്കും. വട്ടിയൂർക്കാവിലാണ് BJP-ക്ക് നന്നായി വോട്ട് കുറഞ്ഞൊരു മണ്ഡലം. BJP-ക്ക് വട്ടിയൂർക്കാവിലാണ് വോട്ട് കുറഞ്ഞ മണ്ഡലം. ആ വോട്ട് എവിടെ പോയി എന്ന് ശ്രീലേഖ മേഡത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഗൗരവ സ്വഭാവമുള്ളൊരു പ്രശ്നമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനത്തോട് കാണേണ്ട ഒരു കാര്യം, ഒരു കാപ്പ കേസിലെ പ്രതി 11 കേസുകൾ അയാളുടെ പേരിലുണ്ട്. ഈ 11 കേസുകളും 308 വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ 409/2014 308 ആണ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ 357/2016 അതുള്ളത് വധശ്രമമാണ്, 307 IPC. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ വീണ്ടും 1687/2019 അത് 308 വീണ്ടും. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ അഗെയിൻ 1183/2020 അതും ഇതുപോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളുള്ള കേസാണ്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ 677/2023 അയാളുടെ കേസ് ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. കേസ് നമ്പർ 6 വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ 678/2023 അതും പ്രധാനപ്പെട്ട കേസ്. 7 253/2025 വട്ടിയൂർക്കാവ് ക്രൈം. 8 വീണ്ടും വട്ടിയൂർക്കാവ് ക്രൈം 723/2025. 9 വട്ടിയൂർക്കാവ് ക്രൈം 1106/2025. വട്ടിയൂർക്കാവ് ക്രൈം 93/2026 ഇതും ഈ പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാമുള്ള കേസാണ്. 11 വട്ടിയൂർക്കാവ് 334/2026. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ രാഷ്ട്രീയമായി ഇപ്പോൾ സംഘം ചേർന്നതിൻ്റെ ഭാഗമായിട്ടോ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടോ ഉള്ള കേസുകൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നതിന് ഞങ്ങളെതിരല്ല. അത് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. പക്ഷേ ഇയാളുടെ ഭൂതകാലം എന്ത്? ഇയാൾ നേരത്തെ നാടുകടത്തപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാൾ നേരത്തെ കാപ്പ ഇനിഷ്യേറ്റീവ് പെട്ട ആളാണ്. എൻ്റെ വിവരം ശരിയാണെങ്കിൽ 2 തവണ. മാധ്യമപ്രവർത്തകർക്ക് ഫോളോ ചെയ്യുന്നവർ കുറേ കൂടി കാര്യങ്ങൾ അറിയാമായിരിക്കും. 2 തവണ അദ്ദേഹം കാപ്പ നേരത്തെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടയാളാണ്. അപ്പോൾ ഒരു കാപ്പ കേസിലെ പ്രതി ഒരു സമരത്തിൻ്റെ ഭാഗമായോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായോ, ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘടനത്തിൻ്റെ ഭാഗമായോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാം. കേരളത്തിൽ ശ്രീ കെ മുരളീധരനെ ഓർമ്മപ്പെടുത്താനുള്ളത്, പൊളിറ്റിക്കൽ കേസുകൾക്ക് കാപ്പ ഇനിഷ്യേറ്റ് ചെയ്യാറില്ല. അതങ്ങനെയാണ് അതിനെ കാണുക. ഇതല്ല. ഇത് നല്ല ഒന്നാന്തരം ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ഒരാൾ. അയാളെ പിടിക്കാൻ പോലീസിന് പോയിട്ട് വെടിയുതിർത്ത് പിടിക്കേണ്ടി വന്നു. ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യും. ശ്രീ രമേശ് ചെന്നിത്തല ആ പോലീസിനെ അഭിനന്ദിച്ചു. അതല്ലേ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ചെയ്യേണ്ടത്? ഇവിടെ യഥാർത്ഥത്തിൽ ശ്രീ കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അതാണ് ഞാൻ പറയുന്നത്. സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇത്രയും കേസുള്ള ഒരാളെ നിയമവാഴ്ചയുടെ ഭാഗമായി, ഇനി അടുത്ത ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം, നിങ്ങളോട് പറയാം, ഒന്ന് ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഒടുവിലത്തെ ഈ കേസ് ഏതാ? 307 കേസാണ്. ആ വധശ്രമ കേസിൽ അയാൾ ജില്ലാ കോടതിയിൽ പോകുന്നു. 3 പ്രതികളാണ്. പോലീസ് അനങ്ങുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല. ഹൈക്കോടതിയിൽ പോകുന്നു. ശ്രദ്ധിക്കണം ഇനി പറയുന്നത്, ഇയാൾ ഉൾപ്പെടെയുള്ള 3 പേരിൽ ബാക്കി 2 പേർക്ക് കോടതി ജാമ്യം അനുവദിക്കുന്നു. ഇയാളുടെ ജാമ്യം തള്ളുന്നു. എന്താ കെ മുരളീധരൻ പറയുന്നത്? ആ പോലീസിന് ആ പ്രതിയെ പിടിക്കേണ്ടതാണോ?
തികഞ്ഞ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. കോടതി ഒരു കേസിൽ മെരിറ്റ് നോക്കിയിട്ട് ഒരേ കേസിലെ 3 പ്രതികളിൽ 2 പേരെ ജാമ്യം കൊടുക്കുന്നു, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനോട് പറയുന്നു. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസ് വരുമ്പോൾ ആ പോലീസിനെ കെ മുരളീധരൻ എന്ന മന്ത്രി ഭീഷണിപ്പെടുത്തുന്നു. അതെങ്ങനെയാ ശരിയാവാത്?